പ്രിയമുള്ളവരെ, വർദ്ധിച്ചു വരുന്ന ആക്രമണത്തിന്റെയും അനീതിയുടെയും വാർത്തകൾ നമുക്ക് കേട്ടുകേൾവികൾ മാത്രമായിരുന്നു. പക്ഷേ ഇന്ന് നമ്മുടെ തൊട്ടപ്പുറത്തും ഇപ്പുറത്തും വരെ ഈ വാർത്തകൾ നമുക്ക് സ്ഥിരം കാഴ്ചകളായി തുടങ്ങി. പല ആക്രമണങ്ങളും ക്രൂരകൃത്യങ്ങളും തുടങ്ങുന്നത് ലഹരിയുടെ അടിമപ്പെടലിൽ നിന്നു തന്നെയെന്ന് തീർത്തും സത്യമാണ്. ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്ന ഈ കൊച്ചുകഥയും കഥാപാത്രങ്ങളും വെറും സാങ്കല്പികം മാത്രമാണ്. ഏറെ സ്നേഹത്തോടെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ശ്രദ്ധയെ ഞങ്ങൾ സഹർഷം സ്വാഗതം ചെയ്യുന്നു ഈ വേദിയിലേക്ക്. നീതി. പാവപ്പെട്ടവനും പണക്കാരനും, അധികാരമുള്ളവനും അധികാരമില്ലാത്തവനും രണ്ടു തട്ടിലുള്ള നീതി. ഞാനിവിടെ ഒരു കഥ പറയുകയാണ്. നീതി നിഷേധിക്കപ്പെട്ട എന്റെ പാർവതിയുടെ കഥ. നീതിപീഠങ്ങൾ നീതി നിഷേധിച്ചപ്പോൾ സ്വയം നീതി നടപ്പാക്കിയ എന്റെ പാർവതിയുടെ കഥ. ഞാൻ ഈ കഥയ്ക്കൊരു പേര് പറയട്ടെ. കണ്ടോ, നീതി നടപ്പാക്കാൻ വേണ്ടി കണ്ണു കിട്ടിയിരിക്കുന്ന ആ നീതിപീഠത്തെ. പക്ഷേ നീതി നടപ്പാക്കുന്നതോ പലരുടെയും താല്പര്യത്തിനു വേണ്ടി. പക്ഷേ എന്റെ പാർവതി നടപ്പാക്കിയ നീതി അവളുടെ കോടതി തന്നെ തീരുമാനിച്ച നീതിയായിരുന്നു. പക്ഷേ എന്റെ പാറുവിന്റെ ഗതി ഇനി ഈ ഭൂമിയിൽ ആർക്കും സംഭവിക്കാതിരിക്കട്ടെ. എന്റെ പാറുവിന്റെ കഥയ്ക്ക് ഞാനൊരു പേര് പറയട്ടെ. നീതിപീഠമേ, നീ കേൾക്കുന്നുണ്ടോ? ഞാൻ പറയട്ടെ. നീതിപീഠം കണ്ണു തുറക്കട്ടെ. അതെ, അതാണ് എന്റെ കഥയുടെ പേര്. നീതിപീഠം കണ്ണു തുറക്കട്ടെ. നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ സമൂഹത്തിലേക്കൊന്ന് എത്തി നോക്കിയിട്ടുണ്ടോ? നിങ്ങളുടെ കുടുംബത്തിന്റെ ആഴങ്ങളിലേക്ക് എത്തി നോക്കിയിട്ടുണ്ടോ? ഉണ്ടോ? സത്യം പറ. സംശയമുണ്ടല്ലേ? എല്ലാത്തിനും ഒരു കാരണം പറയാൻ നമുക്കുണ്ട്. സമയമില്ലായ്മ. ഒന്നിനും സമയമില്ല. എല്ലാവരും തിരക്കിലാണ്. പണമുണ്ടാക്കാനുള്ള തിരക്കിൽ, പണമുണ്ടാക്കാനുള്ള ഓട്ടത്തിൽ ഇവിടെ നമുക്ക് ചുറ്റും നടക്കുന്നതൊന്നും അന്വേഷിക്കാനോ കാണാനോ നമുക്കെവിടെ നേരം, അല്ലേ? എന്നാൽ നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ ചുറ്റുമൊന്ന് നോക്കണം. അവിടെ ഒരു നേരത്തെ അന്നത്തിനും മരുന്നിനും വകയില്ലാത്തവരുണ്ട്. അമ്മ നഷ്ടപ്പെട്ട, അച്ഛൻ നഷ്ടപ്പെട്ട, മക്കൾ നഷ്ടപ്പെട്ട ആളുകളുടെ വിങ്ങുന്ന നൊമ്പരങ്ങളുണ്ട്. ഇതിനെല്ലാം കാരണം അവരാണ്.
അവൻ, ആ കാട്ടാളൻ മനുഷ്യജീവനെ ഇഞ്ചിഞ്ചായി കൊല്ലുകയും മറ്റുള്ളവരെ കൊലയ്ക്ക് കൊടുക്കുകയും ചെയ്യുന്ന അവൻ ലഹരി. നിങ്ങൾക്കറിയോ ആ കഥ? അറിയോ? ഇല്ല അല്ലേ? അറിയണം, അറിയണം. ഒന്നും അറിയാത്ത എന്റെ പാർവതിയുടെയും ജീവൻ നഷ്ടപ്പെടുത്തിയത് ആ കാട്ടാളന്മാർ വീഞ്ഞായും പുകച്ചുരുളായും വലിച്ചു കയറ്റിയ ആ ലഹരിയായിരുന്നില്ലേ? അതാ അങ്ങോട്ട് നോക്ക്. നന്ദു, എടാ നന്ദു, സമയം എത്രയായെന്നാ നിന്റെ വിചാരം? ഓ വരുന്നമ്മ. ഇടയ്ക്കിടയ്ക്കുള്ള ഈ വൈകിപ്പോവല് കാരണം മുതലാളിയുടെ കയ്യിന്ന് എന്നും വഴക്ക് കേൾക്കണത് അമ്മയാ. നീ വന്നാലും ഇല്ലെങ്കിലും ഞാൻ ഇറങ്ങാണ്. ദേ ചായയും ഇഡലിയും കൊണ്ടുപോകാനുള്ള ചോറും ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. എന്നും ഇത് തന്നെയല്ലേ അമ്മയ്ക്ക് പറയാനുള്ളത്? എന്നാ പിന്നെ അമ്മയ്ക്ക് അത് റെക്കോർഡ് ചെയ്ത് വെച്ചാ പോരെ അമ്മ? അല്ല നന്ദു, നിന്റെ കോളേജിൽ ചെല്ലാൻ നേരവും കാലമൊന്നും ഇല്ലേ? ആ, നീ നിന്റെ സമയത്തിന് പോ, ഞാൻ ഇറങ്ങടാ. അമ്മേ. എന്താടാ? അമ്മേ, എനിക്കൊരു 200 രൂപ വേണം. എന്തിനാ നന്ദു എന്നും നിനക്ക് ഈ കാശ് മുഴുവൻ? ഇന്നലെ അല്ലടാ നീ 500 രൂപയും വാങ്ങിപ്പോയത്. അമ്മ കഥ പറയാതെ കാശെടുക്കമ്മ. ഇതെല്ലാം കൂടി കൂട്ടി വെച്ചിട്ട് എന്തിനാ? എവിടെയാടാ കൂട്ടിവെക്കാൻ മാത്രം അമ്മയുടെ അടുത്ത് കാശ്? ഈ മാസം കൂടി വാടക കൊടുത്തില്ലെങ്കിൽ വീട് ഒഴിഞ്ഞു കൊടുക്കാനാ മാധവേട്ടൻ പറഞ്ഞത്. നീ പഠിച്ചൊരു ജോലിയായിട്ട് വേണം അമ്മയ്ക്ക് ഈ ഓട്ടപ്പാച്ചിലൊക്കെ ഒന്ന് നിർത്താൻ. നന്നായിട്ട് പഠിക്കണടാ നന്ദു. എന്തേ ബിന്ദു ചേച്ചി, മോനെ പറഞ്ഞു വിട്ട് ഇറങ്ങാൻ ഇന്നും വൈകിയോ? ഓ, അതിന്റെ കാര്യമൊന്നും പറയാതിരിക്കാ വനജെ നല്ലത്. മുതലാളി വന്നില്ലേ വനജെ? ഇല്ല ചേച്ചി. മോന്റെ പരീക്ഷയായില്ലേ ചേച്ചി? അടുത്ത മാസാണ്. അത് കഴിഞ്ഞ് എന്തെങ്കിലും ഒരു ജോലി ശരിയായ ഞാൻ രക്ഷപ്പെടും, അല്ലേ വനജെ? എല്ലാം ശരിയാണ് ചേച്ചി. ചേച്ചിയുടെ ഈ കഷ്ടപ്പാടെല്ലാം മാറും. എന്താ മുത്തശ്ശി, വയ്യാത്ത മുത്തശ്ശി എങ്ങനായി നടക്കുന്നേ? എന്തേലും പറ്റിയ പിന്നെ എനിക്ക് ആരാ ഉള്ളത്? മുത്തശ്ശിയുടെ കണ്ണിൻ്റെ പുറംകാഴ്ചയെ നഷ്ടപ്പെട്ടിട്ടുള്ളൂ. ഇത് ഇവിടെയല്ലല്ലോ വെക്കാറുള്ളത്. മുത്തശ്ശി ഇവിടെ ഇരിക്ക്. എന്തൊക്കെ പറഞ്ഞാലും നിന്റെ ഈ ലോകം വല്ലാത്തൊരു സ്വർഗം തന്നെയാടാ നായരെ. നിങ്ങളാ കാണുന്ന മല കണ്ടോ? അതിന്റെ താഴ്ഭാഗത്ത് വിശാലമായി പരന്നു കിടക്കുന്ന 10-20 ഏക്കർ നെൽപ്പാടവും ടൗണിലെ 10-40 കടമുറികളും 19 ഏക്കർ റബ്ബർ തോട്ടവും തെങ്ങിൻ തോപ്പിന്റെ എല്ലാ ഉടമയല്ലേ.
ഈ കൊച്ചു നാട്ടുരാജാവ്. ഭൂമിയിൽ ഒരു ജന്മമുണ്ടെങ്കിൽ അത് നിന്നെ പോലെയാകണം, അല്ലേ നായരെ? ഹേ, നീ അത് വിട്. എനിക്കുള്ള സാധനം വന്നില്ലല്ലോ, അതെപ്പോ വരും? ധൃതി പിടിക്കാതെ ബാസ്റ്റീൻ. മുംബൈയിലെ സകല മദ്യവും മയക്കുമരുന്നും വലിച്ചും കുഴിച്ചും നടന്നിട്ട് ഇനിയും തീർന്നില്ലേടാ നിന്റെ ഈ ആർത്തി. ആർത്തി ജീവിതം അത് ആസ്വദിക്കാനുള്ളതാടാ നായരെ. അതിങ്ങനെ ഓരോ നിമിഷവും അതിൻ്റെ ചൂടും തണുപ്പും ഇരുട്ടും വെളിച്ചവും എരിവും പുളിയും കയ്പും മധുരവും ഒക്കെ അറിഞ്ഞ് അങ്ങനെ ജീവിക്കണം. അങ്ങനെയൊരു ഇരുട്ടും കയ്പും ചേർന്ന് വന്നപ്പോഴല്ലേ നായരെ ഞാൻ നേരെ നിന്നെ കാണാൻ ഇങ്ങോട്ട് വെച്ച് പിടിച്ചത്. നീ 2 മാസം ഇവിടെ ഉണ്ടാവുമെന്ന് പറഞ്ഞതല്ലാതെ എന്ത് പുലിവാലുപ്പിച്ചിട്ടാ ഇങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞില്ലല്ലോ. അത് ചെറിയൊരു കയ്യബദ്ധം. ഫാക്ടറിയിലെ തൊഴിലാളികൾക്കിടയിൽ ചെറിയൊരു പ്രശ്നം. അപ്പനൊരു ടൂറിലാണെന്ന് നിനക്കറിയാലോ. തൊഴിലാളിമാരുടെ മുതലാളിയെ കണ്ട് കാര്യങ്ങളൊന്ന് ഒത്തുതീർപ്പാക്കാൻ നോക്കിയതാ. അതിനിടയിൽ അയാളുടെ ആ പന്ന മോനങ്ങിടക്കി കയറി വന്നു. എന്നിട്ട് തീർത്തു, അത്ര തന്നെ. ഇനിയിപ്പോ അപ്പൻ വന്ന് ആ കുറ്റം വേറെ ആരുടെയെങ്കിലും ചുമലിൽ കെട്ടിയേൽപ്പിക്കുന്നതുവരെ ഇതാണ് എൻ്റെ സ്വർഗം. നിന്റെ ഈ കാടും മലയും പാടവും മഞ്ഞും മരം കോച്ചും തണുപ്പുമൊക്കെ. നായരെ, സാധനം എപ്പോ വരുവോടോ? നീയൊന്ന് അടങ്ങ് ബാസ്റ്റീൻ. ഹലോ നന്ദൻ, നീ ഇതെവിടെയാടോ? ഞാൻ എനിക്കിന്ന് വരാൻ പറ്റില്ല. ഇന്നലെ ഞാൻ കഴിച്ചതിൻ്റെയും കുടിച്ചതിൻ്റെയും കാശ് ഞാൻ കോളേജിൽ കൊണ്ടുവന്നതാ. നീ ഇല്ലാത്തത് കൊണ്ടാ തരാൻ പറ്റാഞ്ഞത്. ഞാൻ ഇനി നിങ്ങളുടെ കൂടെ വരുന്നില്ല. കോളേജിലല്ല, ഇവിടെ മയിലാടങ്ങുന്ന് പാടത്തിൻ്റെ കിഴക്കേ കരയിൽ. അവിടെ വരും നീ. മര്യാദയ്ക്കല്ലെങ്കിൽ മുട്ടിലെഴിച്ചു വരുത്തുന്നു. നായരെ നിനക്കറിയാലോ. പിന്നെ മൊയ്തുവിൻ്റെ കടയിൽ നിന്ന് പതിവ് കോട്ട മറക്കണ്ട, എല്ലാം അവിടെ എത്തിച്ചിട്ടുണ്ടാവും. എന്താ നായരെ ഇനി പ്രോബ്ലം? ഏയ്, അതൊരു തമാശ. ഒരു 15 മിനിറ്റ് ആളിപ്പെങ്ങെത്തും. അതെന്താ നായരെ ആ ഭാഗത്തൊരു വെളിച്ചം? നിന്റെ വയലിന് ആരെങ്കിലും തീ വയ്ക്കാൻ വരുന്നതാണോ? ഈ നാട്ടിൽ പ്രഭാകരൻ നായരുടെ മുതലിൽ കൈവയ്ക്കാൻ മാത്രം ചങ്കൂറ്റമൊന്നും ആർക്കുമില്ലടോ വസ്തി. അവിടെ ഒരു കുരുടത്തി തള്ളയും അതിൻ്റെ കൊച്ചുമകളും കുടിയിൽ കെട്ടി താമസിക്കുന്നതാ. അതിൻ്റെ തള്ളയും തന്തയും നമ്മുടെ പറമ്പിൽ എന്തോ പണിക്കിടയിൽ മരിച്ചു പോയതാ. അതിൻ്റെ മനപ്രയാസം തീർക്കാൻ അച്ഛൻ കെട്ടിക്കൊടുത്തതാണ് കുടി. ഒരു വീട് വെച്ചാൽ പിന്നെ അവകാശം പറഞ്ഞു വന്നാലോ. ഇതാവുമ്പോൾ എപ്പോൾ വേണമെങ്കിലും പൊളിച്ചു മാറ്റാലോ. നിങ്ങൾ ആ കൊച്ചുമോളെ കണ്ടിട്ടുണ്ടോ? ഒരു കൊച്ചു രാജകുമാരി. ഓ, എല്ലാം എടുത്തു വെച്ചിട്ടുണ്ടല്ലോ. എന്താ വല്ല കണക്ഷനും? എന്താ നായരെ നിന്റെ വല്ല ഏയ്, ആ നന്ദനും കത്തിയല്ലോ. വാട്ട് മാൻ, ഒന്ന് ഉഷാറാവിടോ. നമുക്കൊന്ന് കൂടണ്ടേ? ഞാനില്ല, എനിക്കൊന്നും വേണ്ട. എന്ന് നീ പറഞ്ഞത്. പക്ഷെ ഞാൻ പറയുന്നു നീയുണ്ട്. നിനക്കെല്ലാം വേണം. പൊട്ടട്ടെ ആദ്യ റൗണ്ട് വെടി.
പിന്നെ ഈ പന്നം ചെയ്തത് കണ്ടില്ലേ നീ? ഇനി താൻ എവിടെ നിന്നുണ്ടാക്കൂടോ വെള്ളം? വെള്ളം ഞാൻ കൊണ്ടുവരാം. എവിടെന്ന്? അവിടുന്ന്. ഓ, അപ്പൊ സൗകര്യമല്ലോ അല്ലേ? എങ്കിൽ നീയല്ല, ഞാൻ പോകാം. ബാസ്റ്റിൻ, നിനക്കവരെ അറിയാതെ ഇങ്ങനെയൊക്കെ തന്നെയല്ലേ നായരെ ഒരു നാട്ടിൽ വന്ന അവിടത്തെ നാട്ടുകാരെ പരിചയപ്പെടുന്നത്? നായരിക്ക്, ഞാൻ പോയിട്ട് വരാം. അത് വേണ്ട വർഷം. നായര് കയ്യിന്ന് വിട്. ഹായ്, ഹലോ അമ്മച്ചി. ആരാ? മുൻപ് കേട്ടിട്ടില്ലാത്ത ഒരു ശബ്ദമാണല്ലോ. അതെ, ഞാൻ ഈ വഴിക്ക് ആദ്യം തന്നെയാ. എനിക്ക് കുറച്ച് വെള്ളം വേണമായിരുന്നു. വല്ലാത്തൊരു ദാഹം. പാറൂട്ടിയേ. എന്താ മുത്തശ്ശി? കുറച്ച് വെള്ളം എടുത്തേ. ആരാ മുത്തശ്ശി? ഒരാള് ദാഹിച്ച് വെള്ളം ചോദിച്ചു വരുമ്പോഴാണോ പാറു ഊരും പേരുമൊക്കെ ചോദിക്കണത്? ദാ വരുന്നു മുത്തശ്ശി. മോൻ എവിടുന്നാ? ഈ വഴി എവിടെ പോവാനാ? ഇത് പോരല്ലോ മോള് വെള്ളം. ചേട്ടൻ ഈ ബോട്ടിൽ നിറയെ വെള്ളം എടുത്തിട്ട് വന്നേ. മോൻ എവിടെ പോവാനാണെന്ന് പറഞ്ഞില്ല. മുത്തശ്ശി ഇരിക്കെ, വിവരങ്ങളൊക്കെ ഞാൻ വിശദമായി പറഞ്ഞു തരാം.
അമ്മ അമ്മ എന്താ എന്താണ് അമ്മയുടെ കുഞ്ഞിന്? എന്ത് പറ്റിയുടെ അമ്മയുടെ മോന്? നന്ദു, നന്ദു! മോനെ, എന്റെ മോനെ! നിങ്ങൾ വിചാരിക്കും പോലെ നന്ദുവിനെ രക്ഷപ്പെടുത്താൻ പറ്റാത്തൊരു സ്റ്റേജൊന്നും ഇപ്പോൾ ആയിട്ടില്ല. കൃത്യമായ ചികിത്സയും നമ്മുടെയൊക്കെ പ്രാർത്ഥനയും നന്ദുവിന് വേഗത്തിൽ തന്നെ രക്ഷപ്പെടുത്താൻ നമുക്ക് കഴിയും. അമ്മേ, അമ്മേ, ഏയ് അമ്മേ! കണ്ടോ? ഇത് കാണുന്നുണ്ടോ നിങ്ങൾ?
സ്വന്തം മകന്റെ ചലനമൊന്ന് മാറിയത് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു ഈ അമ്മയ്ക്ക്. തന്റെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒരു നിമിഷം കൊണ്ട് തകർന്നു വീണപ്പോൾ ഇനി ആർക്കു വേണ്ടി ജീവിക്കണം എന്നായിരിക്കും ഈ അവസാന ശ്വാസം വരെ ഈ അമ്മയുടെ മനസ്സിൽ. തെറ്റിന്റെ പുഞ്ചിരിക്കുന്ന മുഖങ്ങൾ നിങ്ങളുടെ നേരെ തിരിയുമ്പോൾ ഇവിടെയിരിക്കുന്ന നിങ്ങളും നിങ്ങളിലേക്ക് തന്നെ ഒന്ന് എത്തി നോക്കണം. നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന കുറെ ജീവനുകൾ നിങ്ങൾക്ക് പിന്നിലുണ്ട്. ഈ സമൂഹത്തിലെ തിന്മകളിൽ അകപ്പെടാതെ സമൂഹത്തിനെ നന്മയിലേക്ക് നയിക്കുന്നവരാകണം നമ്മൾ ഓരോരുത്തരും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാശ്മീരിൽ കനത്ത മഞ്ഞ് വീഴ്ച. വിനോദസഞ്ചാരികൾക്കുള്ള പ്രവേശനം താൽക്കാലികമായി നിർത്തിവെച്ചു. ഫുട്ബോൾ മാലാഖ മെസ്സിയും കൂട്ടരും ഒക്ടോബറിൽ കേരളത്തിലെത്തും. മയിലാടുംകുന്നിൽ വയോധികയുടെ കൊലപാതകം പോലീസ് അന്വേഷണം ഊർജിതമാക്കി. കൊച്ചുമകളുടെ തിരോധാനം അന്വേഷണ സംഘത്തെ ആശയക്കുഴപ്പത്തിലാക്കി. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം. എന്തായടോ മയിലാടുംകുന്നിലെ കൊലപാതകത്തില് നിങ്ങളുടെ ഊർജിതമായ അന്വേഷണം? കാര്യങ്ങൾ ഞാൻ പറയും. അതുപോലെ മാത്രമേ മുന്നോട്ടുള്ള അന്വേഷണം പോകാവൂ. ഈ പേരിൽ എനിക്കോ എന്റെ വേണ്ടപ്പെട്ടവർക്കോ യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഉണ്ടാവരുത്. ഉന്നത തലത്തിൽ നിന്നും ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും സാറിനും ഉണ്ടാവില്ല. അതിന് കാണേണ്ടവരെ വേണ്ട പോലെ ഞാൻ കണ്ടോളാം. ഓക്കെ? വയോധികയെ കൊലപ്പെടുത്തിയ പ്രതി മാനസികാരോഗ്യ കേന്ദ്രത്തിൽ. അവന് വക്കാലത്ത് പറയാൻ ഇനിയൊരു പട്ടിയും വരില്ല. പെൺകുട്ടിക്കായുള്ള തിരച്ചിൽ തുടരുന്നു. അവളെ എവിടെ വെച്ച് കണ്ടാലും എന്താ വേണ്ടതെന്നറിയാമല്ലോ. സാർ ഒന്നുകൊണ്ടും പേടിക്കണ്ട. സാറിനുള്ളതെല്ലാം സമയത്തിന് സാറിന്റെ വീട്ടിലെത്തിക്കോളും. അതല്ലേ പതിവ്. പുതിയ ഓരോ വാർത്തകൾ കയറി വരുമ്പോ ഇതൊക്കെ അങ്ങ് മാഞ്ഞു പോകും എന്റെ സാറേ. അതിനുള്ള വാർത്തകൾ ഞാൻ തന്നെ തരാമെന്നേ. ഓക്കെ? ഓരോന്ന് വരുത്തി വച്ചിട്ട് എന്നാ ബാസ്റ്റിൻ നിന്റെ തിരിച്ചുപോക്ക്? ഒന്നും തീരുമാനിച്ചിട്ടില്ല. എങ്കിൽ വേഗം ഒരു തീരുമാനമെടുക്കണം, എത്രയും പെട്ടെന്ന്. പാർവതി, അവിചാരിതമായിട്ടാണെങ്കിലും നീ ഈ ആശ്രമത്തിലേക്ക് കയറി വന്നിട്ട് ഇന്നേക്ക് 60 നാൾ തികയുന്നു. നീ അനുഭവിച്ച വേർപാടിന്റെയും വേദനയുടെയും കഥകളെല്ലാം നിന്നോടൊപ്പം നിന്ന് കേട്ട് അനുഭവിച്ചവരാണ് ഈ ആശ്രമത്തിലെ ഓരോ ചരാചരങ്ങളും. ഈ മണ്ണിനും ഇവിടുത്തെ വായുവിനും ഒരു പ്രത്യേകതയുണ്ട്. ഇത് അഹിംസയുടെ മണ്ണാണ്. ഇവിടെ പകയുടെയും വിദ്വേഷത്തിന്റെയും മനസ്സുകൾക്ക് സ്ഥാനമില്ല. അത് പാർവതിക്കറിയാമല്ലോ. ഇന്ന് പൂർണ്ണമായും ഈ ആശ്രമത്തിന്റെ ഭാഗമാകാനുള്ള മനസ്സ് നിനക്കുണ്ടെങ്കിൽ നീ നിന്റെ മനസ്സിലെ
സകല ചരാചരങ്ങളോടുമുള്ള വെറുപ്പ് ഉപേക്ഷിക്കണം. എന്നിട്ട് ആ പീഠത്തിൽ നിനക്കിരിക്കാം. അതല്ല, താൽക്കാലികമായിരുന്നു ഈ ആശ്രമത്തിലെ നിന്റെ ജീവിതമെങ്കിൽ അതിവിടെ പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു. നിനക്ക് തിരിച്ചു പോകാം. കാരണം ഈ ആശ്രമത്തിന് ഒരു നിയമമുണ്ട്. പ്രതികാരവും ആയുധവും ഒന്നിനും അവസാനമാവുന്നില്ല കുട്ടി. വാളെടുത്തവൻ വാളല്ലെന്നല്ലേ? ഇല്ല, അവൾക്കതിന് കഴിയില്ല. ഞാൻ നീതിയെ വെല്ലുവിളിക്കുകയല്ല. പക്ഷേ നീതി അത് എല്ലാവർക്കും ഒരുപോലെയാകണം. ഒരുപോലെയാകണം. എന്തു പറ്റി ബാസ്റ്റിൻ? ഏയ്, ഇന്നൊന്ന് ഇരുട്ടി വെളുത്താൽ നിന്റെ ഈ സ്വർഗം എനിക്ക് നഷ്ടപ്പെട്ടു പോകുമല്ലോ എന്നോർക്കുമ്പോൾ എല്ലാം നിർത്തി നിന്റെ കൂടെ അങ്ങ് കൂടിയാലോ നായരെ? എന്തു പറ്റിയടോ? എവിടെ പോയി നിന്റെ ആ ശൗര്യമൊക്കെ? താനിതൊന്ന് പിടിപ്പിച്ചേ, എല്ലാം ശരിയാവും. എന്നാലും ആ പെണ്ണ് രക്ഷപ്പെട്ടത് കുറിവാലിപ്പുഴയിലേക്കല്ലേ എടുത്തു ചാടിയത്? ഏതെങ്കിലും കയത്തിൽ മുങ്ങി താന്നിട്ടുണ്ടാവും. പാവം. നീ ഇവിടെ ഇരിക്ക്, ഞാൻ ഒരിക്കൽ കൂടി അവിടെ ഒന്ന് പോവട്ടെ. എന്തിനാടോ? താനിരിക്കടോ.
സെബാസ്റ്റ്യൻ, മനു നായർ എന്ന ചെറുപ്പക്കാരുടെ ഇരട്ടക്കൊലപാതകം പ്രതി കുറ്റം സമ്മതിച്ചതിനാലും പലർക്കുമെതിരെയുള്ള പ്രതിയുടെ അടങ്ങാത്ത പ്രതികാരവും ഈ വ്യക്തി പൊതുസമൂഹത്തിന് തന്നെ ഭീതിപ്പെടുത്തുന്നു എന്നുള്ളതിനാലും ഈ പ്രതിയെ കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുന്നു. കണ്ടോ കണ്ടോ നിങ്ങൾ എന്റെ പാർവതി? ഒരു തെറ്റും ചെയ്യാത്ത എന്റെ പാർവതി ഇപ്പോൾ ഇതെല്ലാം തുടങ്ങി വെച്ചത് എവിടെ നിന്നാണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഞാൻ പറഞ്ഞ കഥയുടെ തുടക്കത്തിലേക്ക് നിങ്ങൾ ഒന്ന് നോക്കൂ. കുടിച്ച് വലിച്ച് ലഹരി തലയ്ക്ക് പിടിച്ചപ്പോൾ അവൻ ചെയ്തതും അവൻ പ്രവർത്തിച്ചതും അവന് ബോധമില്ലാതായി. ഇവിടെ നഷ്ടപ്പെട്ടത് ഒന്നല്ല, രണ്ടല്ല, ഒരാൾക്കല്ല, രണ്ടുപേർക്കല്ല, ഒരുപാട് പേർക്ക്. ഇപ്പോൾ എന്നോടുകൂടെ നിങ്ങളൊരു തീരുമാനമെടുക്കണം, നിങ്ങളൊരു പ്രതിജ്ഞയെടുക്കണം. ലഹരി നമുക്ക് വേണ്ട, ഈ സമൂഹത്തിന് വേണ്ട. നമ്മൾ ഓരോരുത്തരും മുഷ്ടി ചുരുട്ടിപ്പിടിച്ച് ഇപ്പോൾ ഉറക്കെ പറയുന്നു, ലഹരി വേണ്ടേ വേണ്ട. നീതിപീഠങ്ങൾ നീതി നടപ്പാകട്ടെ, അക്രമങ്ങളും അനീതിയും തുലയട്ടെ, ലഹരിക്കെതിരെ നീതിയും നിയമവും ശക്തമാവട്ടെ,
എല്ലാവർക്കും തുല്യ നീതി ലഭിക്കട്ടെ. നീതിപീഠങ്ങൾ കണ്ണു തുറക്കട്ടെ. Thank you, friends, for such a wonderful presentation. As we come to the end of this vibrant and joyous celebration, it is the time to reflect on the wonderful memories we have created today. This annual day has been a true testament to the spirit, talent, and hard work of everyone present here today, and it fills our heart with pride and joy. On behalf of St. Thomas Public School, I extend my heartfelt gratitude to everyone who joined us today and made this event a grand success. Let us carry forward the spirit of unity, excellence, and celebration into the days ahead. Thank you all for being a part of this special day. Wishing you a safe journey home and a bright, beautiful future. Until next time, good night and goodbye.